അങ്ങനെ നമ്മുടെ യാത്രയിലെ 4ാമത്തെ ദിവസമാണ്. നമ്മൾ ഇന്നലെയാണെന്നുണ്ടെങ്കിൽ ഭുവനേശ്വരിൽ നിന്ന് പോന്നിട്ട് അവിടുന്ന് ഒരു 150 കിലോമീറ്ററോളം നമ്മൾ യാത്ര ചെയ്തിട്ട് ഒരു പെട്രോൾ പമ്പിലാണ് നമ്മൾ കിടന്നു തുടങ്ങിയത്. വണ്ടിക്കകത്ത് കിടക്കുകയാണ് ചെയ്തത്. നല്ല തണുപ്പായിരുന്നു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം നമ്മൾ രാവിലെ ഒരു 5:30 ആയപ്പം സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമ്മൾ കൽക്കട്ടേനെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ വഴിയൊക്കെ ആണെങ്കിൽ കുറേ ഏരിയയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ഏരിയയൊക്കെ ആണെങ്കിൽ വഴി മോശമാണ്. അതുകൊണ്ട് ഇപ്പോൾ പോകുന്ന വഴി നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴിയാണ്. റോഡ് നോക്ക്, കണ്ണെത്താ ദൂരം വരെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് റോഡ് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒഡീഷ തന്നെയാണ്. ഇപ്പം ഈ പോകുന്ന റോഡ് നമുക്കിപ്പം ഏകദേശം ഒരു 200-220 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട് കൊൽക്കത്ത എത്താൻ വേണ്ടി. ഇപ്പം നമ്മൾ ഇന്നത്തെ പ്ലാന് കൊൽക്കത്ത ടച്ച് ചെയ്ത് അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ സിലിഗുരിയിലോട്ട് പോകും. സൈഡിലൊക്കെ ഫുള്ള് നെൽപ്പാടമാട്ടോ. ഇപ്പോഴാണെങ്കിൽ ഫുള്ള് കൊയ്തെടുത്തേക്കുവാണ്. കൊയ്തെടുത്തിട്ട് തരിശായിട്ട് കിടക്കുവാട്ടോ. ഇതിൽ നല്ല ഒരു ഗോൾഡൻ കളറിലാണ് നമുക്ക് കാണാൻ പറ്റുക. ഇപ്പോൾ നല്ല തണുപ്പ്. ഇപ്പം ഇവിടെയാണെന്നുണ്ടെങ്കിൽ തീയെ കത്തിച്ച് ചൂട് കായുന്നത്. ഒരു ലോറി സ്റ്റാൻഡ് കേട്ടോ. കുറേ ലോറിയൊക്കെ വന്ന് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ട്രെയിലറാണെങ്കിൽ സ്റ്റാൻഡിനകത്തേക്ക് കയറ്റിക്കൊണ്ട് പോകുന്നു. ഇവിടെ സൈഡിലൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇഷ്ടംപോലെ ലോറിയൊക്കെ കാണാം. അപ്പം നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. ഇത് ഫിഷ് കറി ആട്ടോ. ഫിഷ് കറിയും റൊട്ടിയും പിന്നെ കുക്കുംബറും ഓനിയനും ഉണ്ട്. മീൻകറി എന്ന് പറഞ്ഞാൽ താഴെ കാണാൻ പറ്റുന്നത് ഉരുളക്കിഴങ്ങും പിന്നെ തക്കാളിയൊക്കെയാണ്. പിന്നെ ചെറിയ കുറച്ച് പോർഷൻസ്, കുറച്ച് മുള്ളൊക്കെ മാത്രമേ ഉള്ളൂ. മീനിൻ്റെ അംശം എന്ന് പറയാതെ ഇവിടെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. മീനിൻ്റെ മുള്ളൊക്കെ ആണെങ്കിൽ എല്ലാം പറയാനുണ്ടാവും. ഇവിടെ ഇങ്ങനെ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ. വെസ്റ്റ് ബംഗാളിൽ ചില സ്ഥലത്തൊക്കെ ഒഡീഷയിലും നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ മീൻകറി തരില്ല. ഉച്ചയ്ക്ക് ഇനി മീൻകറി തരും. ഒറിജിനൽ മീൻകറി തന്നെ നമ്മുടെ നാട്ടിലെ പറ്റും. പക്ഷെ നമ്മളുടെ നാട്ടിൽ മീൻകറിക്കുള്ള ഒരു ടേസ്റ്റ് ഒന്നുമല്ല. ഇവർ ഗരം മസാലയൊക്കെ ഇട്ട് ഒരു ഇറച്ചിക്കറി നമ്മളെങ്ങനെയാണോ പ്രിപ്പയർ ചെയ്തത് സിമിലർലി ആയിരിക്കും ഇവിടുത്തെ മീൻകറി. ഇത് വേറൊരു ടേസ്റ്റാണ്. പുഴമീൻ അധികം യൂസ് ചെയ്യുന്നു. അപ്പം അതുകൊണ്ട് ഈ പുഴമീനിൻ്റെ പുഴയുടെ ആ ഒരു നമ്മുടെ പുഴമീൻ കഴിക്കുമ്പോൾ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും. കുളമ്പോണം. ആ മണമൊന്നും ഉണ്ടാവില്ല ഇവർ പ്രിപ്പയർ ചെയ്യുമ്പോൾ. നമ്മൾ ഇതേ മീൻ വാങ്ങിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്താൽ നമുക്ക് വായിൽ വയ്ക്കാൻ പറ്റില്ല. പക്ഷെ ഇവന്മാരത് ഞാൻ കണ്ടിട്ടുള്ള എങ്ങനെയാന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ മീൻ ഫ്രൈ ചെയ്ത് അതുപോലെ ഫ്രൈ ചെയ്തിട്ട് പിന്നെ അത് കട്ട് ചെയ്ത് കറിയിലിട്ട് അത് കറിയാക്കി ഒക്കെയാണ് തരുന്നത്. ഇത് വേറെ തന്നെ ഒരു പ്രിപ്പറേഷൻ. അതിനകത്ത് ഇടുന്നതും ഇലകളും എല്ലാം വ്യത്യാസമാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് ഉണ്ടാവും. ഈ രാവിലെ തരുന്നതിനൊരു ചെറിയൊരു സ്മെല്ല് മാത്രം.
നമ്മൾ വെസ്റ്റ് ബംഗാളിൽ വന്നിട്ട് ഇവിടുത്തെ ഒരു ഓംലെറ്റ് കഴിച്ചില്ലാന്ന് വേണ്ട. അതറിയണമല്ലോ നമ്മുടെ നാട്ടിലെ ഓംലെറ്റും ഈ ഓംലെറ്റും ഒരേപോലെയാണോ എന്ന്. മാറ്റമുണ്ടോ? നമ്മുടെ നാട്ടിലെ പോലെ തന്നെയല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, നമ്മളിനി യാത്ര തുടരാൻ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും ഫുഡ് കഴിച്ചിട്ട് 95 രൂപയാണ് ആയത് കേട്ടോ. ഇവിടെ ഇങ്ങനത്തെ ഹൈവേ കൂടെയൊക്കെ കുറച്ച് ഇങ്ങനത്തെ സ്പീഡ് ബ്രേക്കറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രോസ് ചെയ്യുന്നതുകൊണ്ട് വച്ചേക്കുന്നതാണ്. ഡ്രസ്സൊക്കെ ഒന്ന് മാറി നമ്മൾ ഒഡീഷയെ കയറിയപ്പോഴാണെന്നുണ്ടെങ്കിൽ ഫ്യൂൽ അടിച്ചതാണ്. ഇപ്പം നമ്മൾ വെസ്റ്റ് ബംഗാളിൽ എത്തിയിട്ട് അടുത്ത് ഫ്യൂൽ അടിക്കാൻ വേണ്ടി നിർത്തിയേക്കുവാണ്. ഇവിടെ ആണെങ്കിൽ റേറ്റ് 104.42, ഒഡീഷയിലാണെങ്കിൽ 103, 104 ആ റേറ്റ് ആയിരുന്നു കേട്ടോ. ഒരു 2 രൂപ മിച്ചം കൂടുതൽ വരുന്നുണ്ട് ഇവിടെ. ആന്ധ്ര വെച്ച് കമ്പയർ ചെയ്യുമ്പം ആന്ധ്രയിലേക്കാളും റേറ്റ് കുറവാണ്. ആന്ധ്രയിൽ 111, 112 ആയിരുന്നു റേറ്റ്. നമ്മുടെ പതാക പാറി കളിച്ചിരിക്കുന്നുണ്ടോ? ബസ്സൊക്കെ ഉണ്ടോ? കൊൽക്കട്ടയ്ക്ക് എത്താറായപ്പോഴത്തേക്കും ബസ്സിൻ്റെ ഒക്കെ രൂപം കണ്ടോ? വണ്ടി ഓടിക്കൽ ഇച്ചിരി റിസ്കിയാ. ബാംഗ്ലൂരിനേക്കാളും കഷ്ടമല്ല. നമ്മൾ കൊൽക്കട്ടയിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. ഹൗറയ്ക്കാണെങ്കിൽ 14 കിലോമീറ്റർ മാത്രം. കൊൽക്കട്ട ആണെങ്കിൽ ലെഫ്റ്റ്, ഡൽഹിക്ക് പോകാനാണെങ്കിൽ സ്ട്രെയിറ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ കൊൽക്കട്ട ജസ്റ്റ് ഒന്ന് ടൗണിൽ കയറി ഹൗറ ബ്രിഡ്ജ് ഒന്ന് കണ്ടേച്ച് നമുക്ക് സിലിഗുരിക്കുള്ള യാത്ര തുടങ്ങാം. നമ്മൾ ഹൗറ ഏരിയയിലോട്ട് എൻ്റർ ചെയ്തിരിക്കുകയാണ്. സിറ്റി ഓഫ് ജോയ് നമ്മുടെ നേരെ ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു ബസ് ട്രെയിൻ പോകണത് കാണാൻ പറ്റും. ഓഗസ്റ്റിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ജനസംഖ്യയും വാണിജ്യ പ്രവർത്തനങ്ങളും അതിവേഗം വളർന്നു. ഹൂഗ്ലി നദിക്ക് കുറുകെയുള്ള ഒരേയൊരു ലിങ്ക് ഹൗറയ്ക്കും കൊൽക്കത്തയ്ക്കും ഇടയിലുള്ള ഹൗറ പാലമായിരുന്നു. പ്രതിദിന 85,000-ലധികം വാഹനങ്ങളുമായി വളരെയധികം ഗതാഗതക്കുരുക്കിന് വിധേയമായിരുന്നു. ഇതിനെ മറികടക്കാനാണ് രണ്ടാമതായി ഒരു പാലം നിർമ്മിച്ചത്. ഇപ്പം നമ്മൾ റിവർ ഹൂഗ്ലിനെ പാസ് ചെയ്യാൻ പോവാണ്. ഇത് പുതിയ ബ്രിഡ്ജാട്ടോ. ഇപ്പം നമ്മുടെ നേരെ ലെഫ്റ്റ് സൈഡിൽ അങ്ങായിട്ട് നമുക്ക് ഹൗറ ബ്രിഡ്ജ് കാണാൻ പറ്റും. നമ്മളിനി അതിലേ പോയി വട്ടം കറങ്ങി ആ ബ്രിഡ്ജിൽ കയറാം കേട്ടോ. ഇപ്പം ഈ കാണുന്ന റിവർ ഹൂഗ്ലി കേട്ടോ. ഇഷ്ടംപോലെ ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ കാണാം നമുക്ക് ഇവിടുന്ന്. ഇതാണ് വിദ്യാസാഗർ സേതു, രണ്ടാമത്തെ ഹൂഗ്ലി പാലം എന്നറിയപ്പെടുന്നു. ഹൂഗ്ലി നദിക്ക് കുറുകെയുള്ള 822.96 മീറ്റർ നീളമുള്ള കേബിൾ സ്റ്റേയുള്ള 6 വരിയുള്ള ടോൾ പാലമാണിത്. 1972 മെയ് 20 ജ്യോതി ബസുവാണ് പാലത്തിന് തറക്കല്ലിട്ടത്. പാലം പൂർത്തിയാക്കാൻ 20 വർഷമെടുത്തു. 1992 തുറന്നു നൽകുന്നത്. ഉദ്ഘാടന സമയത്ത് ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് പാലമായിരുന്നു. വിദ്യാഭ്യാസ പരിഷ്കർത്താവായ പണ്ഡിറ്റ് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറിന്റെ പേരിലാണ് ഈ പാലം അറിയപ്പെടുന്നത്. 388 കോടി രൂപയാണ് പദ്ധതിയുടെ നിർമ്മാണ ചെലവ്. ഇത് കൊൽക്കട്ട ഹൗറ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നു. 2001 വരെ കൽക്കട്ട എന്നായിരുന്നു ഔദ്യോഗിക നാമം. പശ്ചിമ ബംഗാളിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ്.
ബംഗ്ലാദേശിന്റെ അതിർത്തിയിൽ നിന്ന് 80 കിലോമീറ്റർ പടിഞ്ഞാറ് ഹൂഗ്ലി നദിയുടെ കിഴക്കൻ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കിഴക്കൻ വടക്കുകിഴക്കൻ ഇന്ത്യയുടെ പ്രാഥമിക സാമ്പത്തിക വാണിജ്യ കേന്ദ്രമാണിത്. 4.5 ദശലക്ഷം ജനസംഖ്യയുള്ള ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യയുള്ള 7ാമത്തെ നഗരമാണ് കൊൽക്കത്ത. അതിന്റെ മെട്രോപൊളിറ്റൻ പ്രദേശങ്ങളായ കൊൽക്കത്ത മെട്രോപൊളിറ്റൻ ഏരിയ 15 ദശലക്ഷത്തിലധികം ജനസംഖ്യയുള്ള ഇന്ത്യയിലെ 3ാമത്തെ ഏറ്റവും ജനസംഖ്യയുള്ള മെട്രോപൊളിറ്റൻ പ്രദേശമാണ്. കൊൽക്കത്തയിലെ പല സ്രോതസ്സുകളെയും കണക്കാക്കുന്നത് ഇന്ത്യയിലെ സാംസ്കാരിക തലസ്ഥാനവും ചരിത്രപരമായും സാംസ്കാരികമായും പ്രാധാന്യമുള്ള ബംഗാളിലെ ചരിത്രപരമായ ഒരു നഗരവും ബംഗാളി സംസാരിക്കുന്ന ലോകത്തിലെ 2ാമത്തെ വലിയ നഗരവുമാണിത്. ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലും ഏറ്റവും കൂടുതൽ നോബൽ സമ്മാന ജേതാവ് ഉള്ളത് ഇവിടെയാണ്. ഇതാണ് ഈഡൻസ് ഗാർഡൻ, ഒരു അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. 1864 സ്ഥാപിതമായ ഇത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയതും 2ാമത്തെ വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയവും ലോകത്തിലെ 3ാമത്തെ വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയവുമാണ്. സ്റ്റേഡിയത്തിന് നിലവിൽ 68,000 പേരെ ഉൾക്കൊള്ളാൻ കഴിയും. ഇത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഹോം ഗ്രൗണ്ടാണ്. ക്രിക്കറ്റ് അസോസിയേഷൻ ഓഫ് ബംഗാളിന്റെ ആസ്ഥാനം ഇവിടെയാണ്. ലോകകപ്പ്, 2020, ഏഷ്യ കപ്പ് എന്നിവയുൾപ്പെടെയുള്ള പ്രധാന അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഈഡൻ ഗാർഡൻസ് മത്സരങ്ങൾ നടത്തിയിട്ടുണ്ട്. 1911 വരെ കൽക്കട്ട ഇന്ത്യയുടെ യഥാർത്ഥ തലസ്ഥാനമായി പ്രവർത്തിച്ചു. ലണ്ടൻ കഴിഞ്ഞ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലെ 2ാമത്തെ വലിയ നഗരമായിരുന്നു കൽക്കട്ട. കൂടാതെ ഇന്ത്യയിലെ ബ്യൂറോക്രസി, രാഷ്ട്രീയം, നിയമം, വിദ്യാഭ്യാസം, ശാസ്ത്രം, കല എന്നിവയുടെ കേന്ദ്രമായിരുന്നു ഇവിടം. ബംഗാളി നവോത്ഥാനത്തിന്റെ പല വ്യക്തികളുമായും പ്രസ്ഥാനങ്ങളുമായും ഈ നഗരം ബന്ധപ്പെട്ടിരുന്നു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ കേന്ദ്രമായിരുന്നു ഇവിടം. ഇവിടുത്തെ ബസ്സിന്റെ കളറും അതിന്റെ അവസ്ഥയും കണ്ട നമ്മുടെ KSRTC ബസ്സിനേക്കാളും കടയാ പണ്ടത്തെ. മഞ്ഞ അംബാസഡർ കാർ പീലി ടാക്സി എന്നും അറിയപ്പെടുന്നു. കൊൽക്കത്തയുടെ ഫാബ്രിക്കിന്റെ ഒരു പ്രധാന ഭാഗമാണിത്. 1960കളിൽ ആദ്യത്തെ മഞ്ഞ അംബാസഡർ ടാക്സികൾ നിരത്തിലിറങ്ങി. ബ്രിട്ടന്റെ 1956 മോറിസ് ഓക്സ്ഫോർഡ് സീരീസ് 3ന്റെ മാതൃകയിലാണ് അവ നിർമ്മിച്ചത്. ഒരു കാലത്ത് ഇന്ത്യൻ റോഡുകളിലെ ഏറ്റവും സാധാരണമായ വാഹനമായിരുന്നു മഞ്ഞ അംബാസഡർ. ഇപ്പോഴും ഇന്ത്യൻ റോഡുകളിലെ രാജാവായി കണക്കാക്കപ്പെടുന്നു. 2014 മുതൽ മഞ്ഞ അംബാസഡറുകൾ ഉൽപ്പാദനത്തിലില്ല. ഇവിടുത്തെ തെരുവുകളിലെ മഞ്ഞ ടാക്സികളുടെ എണ്ണം ഓരോ വർഷം കുറഞ്ഞു വരികയാണ്. ഈ പോണതും ടാക്സി വണ്ടിയാണ്, പക്ഷെ അതിൻ്റെ കളറൊന്നും മാറ്റിയിട്ടില്ല. നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന അംബാസഡർ കണ്ടോ, അംബാസഡറിന് നമ്മുടെ ഐക്കോണിക് കളർ കൊൽക്കത്തയുടെ മുദ്രയാണ് ഈ കളറ് പണ്ട് മുതലേ. ഹൂഗ്ലി നദിക്ക് കുറുകെ സമതുലിതമായ ഉരുക്ക് പാലമാണ് ഹൗറ പാലം. 1943 കമ്മീഷൻ ചെയ്ത ഈ പാലത്തിന് യഥാർത്ഥത്തിൽ ന്യൂ ഹൗറ ബ്രിഡ്ജ് എന്ന് പേരിട്ടു. കാരണം മുന്നേ ഉണ്ടായിരുന്ന ഒരു പോണ്ടൂൺ പാലത്തിന് പകരം ഹൗറയും കൊൽക്കട്ടയും പരസ്പരം ബന്ധിപ്പിക്കുന്ന 2ാമതായി നിർമ്മിച്ച പാലമാണിത്. 1965 ജൂൺ 14 ബംഗാളി കവി രവീന്ദ്രനാഥ് ടാഗോറിന്റെ പേരിൽ നിന്ന് ഇത് രവീന്ദ്ര സേതു എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. അദ്ദേഹം നോബൽ സമ്മാന ജേതാവായ ആദ്യ ഇന്ത്യക്കാരനായിരുന്നു. ഇത് ഇപ്പോഴും ഹൗറ ബ്രിഡ്ജ് എന്നാണ് അറിയപ്പെടുന്നത്. പാലത്തിന് നട്ടും ബോൾട്ടും ഇല്ല, പക്ഷേ മുഴുവൻ ഘടനയും റിവേറ്റ് ചെയ്താണ് പാലം രൂപപ്പെട്ടത്. ഇത് 26,500 ടൺ സ്റ്റീൽ ഉപയോഗിച്ചു. അതിൽ ടിസ്ക്രോം എന്നറിയപ്പെടുന്ന 23,000 ടൺ ഹൈ ടെൻസൈൽ അലോയ് സ്റ്റീൽ ടാറ്റ സ്റ്റീലാണ് വിതരണം ചെയ്തത്. ഇത് പ്രതിദിനം ഏകദേശം 1,00,000 വാഹനങ്ങളുടെയും 1,50,000-ലധികം കാൽനട യാത്രക്കാരുടെയും ഗതാഗതം വഹിക്കുന്നു. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ മേൽപ്പാലങ്ങളിൽ ഒന്നാണ്.
ഹൗറ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയതും നിലവിലുള്ളതുമായ റെയിൽവേ സ്റ്റേഷനാണിത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായുള്ള കരാർ പ്രകാരം 1854 ഇത് സ്ഥാപിതമായത്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ട്രെയിൻ സ്റ്റേഷനിൽ ഒന്നാണിത്. ഇതിന് 24 പ്ലാറ്റ്ഫോമുകളുണ്ട്. കൂടാതെ പ്രതിദിനം 1 ദശലക്ഷത്തിലധികം യാത്രക്കാർക്ക് സേവനം നൽകുന്നു. 450 സബർബൻ ട്രെയിനുകളും 107 ദീർഘദൂര ട്രെയിനുകളുമാണ് ഈ സ്റ്റേഷൻ പ്രവർത്തിപ്പിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട കൊൽക്കട്ട നല്ല കിടിലൻ ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഏരിയ ഒക്കെ മാറി കുറച്ച് ക്ലീനൊക്കെ മാറിയിട്ടോ ഈ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ, ഈ സൈഡിലെ അവസ്ഥ. നമുക്ക് അടുത്ത റൈറ്റ് ഇടണേ. അടുത്ത് ഇവിടുന്ന് ഫെറി സർവീസ് ഉണ്ട് കേട്ടോ, ആൾക്കാരൊക്കെ ബോട്ടൊക്കെ കയറി പോകുന്നത്. ഓക്കെ ശരി, കേട്ടു. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയ ധാബയാട്ടോ. ഉണ്ടാക്കിയാലേ അയൽ വെക്കൂല, അത്രയ്ക്ക് സ്മെല്ലായിരിക്കും മീൻ. ഇവര് ഞാനൊരു പ്രാവശ്യം വാങ്ങിച്ചിട്ട് ഒരു ബംഗാളി സ്റ്റൈലിൽ കുക്ക് ചെയ്യാനൊക്കെ വീഡിയോ ഒക്കെ നോക്കിയിട്ട് കുക്ക് ചെയ്തു വീട്ടില്. പക്ഷെ ആ സ്മെല്ല് നമുക്ക് തിന്നാൻ പറ്റില്ല. 1 കിലോ മീൻ വാങ്ങിച്ചിട്ട് കളയണേ, വെറുതെ 2 കഷ്ണം കഴിച്ചിട്ട് കളയേ. പക്ഷെ സ്മെല്ലൊന്നുമില്ല, സ്മെല്ലില്ല. ഒഡീഷയിൽ നിന്ന് ഇതുപോലെ ഫ്രഷ് മീൻ നന്നാക്കുന്നത് ഉണ്ടാക്കി അയാൾ തന്നിട്ടുണ്ട്. ഞാൻ കഴിക്കുന്നത് ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾ കഴിച്ചിട്ടേ പോകാവൂ എന്ന് നോക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞ് ഇതുപോലത്തെ മീൻ ഞങ്ങൾ കട്ട്ല അതൊന്നും ഞങ്ങൾ കഴിക്കൂല. ഫ്രഷ് വാട്ടർ മീൻ കേരളത്തിൽ തീരെ ഇല്ലല്ലോ, അപൂർവമായിട്ട് പുഴമീനൊക്കെ കഴിക്കുന്നത്. അപ്പം ഇത് കഴിച്ചു നോക്കുന്നൊക്കെ പറഞ്ഞു, തിപ്പിലി കട്ട്ല. പക്ഷെ പുള്ളി തന്നപ്പോൾ ടേസ്റ്റ് ഉണ്ട്, ഇത് സിമിലർലി ഇതേപോലെ തന്നെ. എങ്ങനെയാണോ ഉണ്ടാക്കുന്നത്? ലഞ്ചൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മളാണെന്നുണ്ടെങ്കിൽ റൊട്ടിയും കിഴങ്ങും പിന്നെയാണെന്നുണ്ടെങ്കിൽ ഡാളും കഴിച്ചാണെങ്കിൽ വയറൊക്കെ ആണെങ്കിൽ ഗ്യാസ് കയറി തുടങ്ങി. അപ്പോൾ അതുകൊണ്ടാണെങ്കിൽ ചോറ് കഴിച്ചാട്ടോ. ഈ ധാബയുടെ സൈഡിലുള്ള ഒരു കൃഷിത്തോട്ടം ആട്ടോ. ഫുള്ള് ആണെങ്കിൽ വഴുതനങ്ങ കാണാൻ പറ്റും. അപ്പം നമുക്കിനി സിലിഗുരി ലക്ഷ്യമാക്കി നമുക്ക് പോവാം. ഏകദേശം 550ഓളം കിലോമീറ്റർ ഉണ്ട് സിലിഗുരിക്ക് ഇവിടുന്ന്. അപ്പോൾ നമ്മളെന്തായാലും ഇന്ന് സിലിഗുരി എത്തത്തില്ല. അപ്പം അതിന് ബിറ്റ്വീനായിട്ട് ഏതെങ്കിലും സ്ഥലത്ത് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്തിട്ട് നാളെ ആയിരിക്കും മിക്കവാറും നമ്മൾ സിലിഗുരി പാസ് ചെയ്ത് പോവുക. അപ്പോൾ നാളെ നമ്മൾ സിലിഗുരി പാസ് ചെയ്ത് ഡാർജിലിംഗ് എത്താൻ വേണ്ടിയാണ് നമ്മുടെ പ്ലാൻ കേട്ടോ. ഇവിടുത്തെ ഒരു മെയിൻ വണ്ടിയാട്ടോ, ഇതുണ്ടോ? അതെ കൊണ്ടുപോയി ഇവരൊരു 1 ടണ്ണ് മുകളിൽ സാധനം, ഒന്നല്ല അത് കൂടുതൽ കൊണ്ടുപോകും. ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിഞ്ഞ ഒരു വണ്ടി കേട്ടോ. നമ്മൾ വെസ്റ്റ് ബംഗാളിൽ കയറി കഴിഞ്ഞപ്പോൾ ഇഷ്ടംപോലെ തടിയും നമ്മുടെ പെട്ടിയാപ്പയിലൊക്കെ കൊണ്ടുപോകണേക്കാളും ഡബിൾ അത് കൂടുതലുണ്ട് സാധനം. നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ഇപ്പോൾ പോണ കാണാൻ പറ്റും. കണ്ടോ, ഞാനിപ്പോൾ പറഞ്ഞ വണ്ടി കേട്ടോ. ആ വണ്ടിയിൽ ലോഡ് കണ്ടോ, ഒരു 2 ടണ്ണിൽ കുറയാതെ സാധനമുണ്ട്. സവോള കയറ്റി പോണ കേട്ടോ. അമ്പോ,
വഴിക്കൊക്കെ ഇഷ്ടംപോലെ ഫാക്ടറി കാണാൻ പറ്റും കേട്ടോ. ബൊമ്പൻ കൂറ്റിയ ഫാക്ടറീസ് ഒക്കെ ഇങ്ങനെ വളഞ്ഞ് വട്ടം ഇറങ്ങി. നമ്മൾ വീണ്ടും ഇപ്പം റിവർ ഹൂഗ്ലിനെ ക്രോസ് ചെയ്യാൻ പോവാണ്. അത് തന്നെ, നമ്മൾ കൽക്കട്ട വച്ചിട്ട് നമ്മൾ ഒന്ന് ക്രോസ് ചെയ്തു, വീണ്ടും നമ്മൾ ഒന്നുകൂടെ ക്രോസ് ചെയ്യുവാണ്. നമുക്ക് സൈഡിൽ കാണുന്നതാണ് ഹൂഗ്ലി നദി. സൈഡിലെ കൈവരി കാരണം നമുക്ക് അങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഫാക്ടറി കാണാം കേട്ടോ. ഇഷ്ടംപോലെ കട്ടയോ ഓടോ അങ്ങനത്തെ മാനുഫാക്ചറിങ് യൂണിറ്റാന്ന് തോന്നുന്നു. എല്ലാത്തിൻ്റെയും പോക്കോയിൽ നിരന്ന് കാണാം. അവിടെ കാണാൻ ഇഷ്ടം പോലെ, അതേപോലെ ഇവിടെയൊക്കെ കാണാൻ ഇഷ്ടം പോലെ കേട്ടോ. ഇതെല്ലാം കട്ടക്കളോ. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കട്ട നേർത്തിച്ച് കാണാൻ പറ്റും ഫാക്ടറിയുടെ ഫ്രണ്ടിലാണെങ്കിൽ. നേരത്തെ വണ്ടി വെച്ച് പറഞ്ഞ നമ്മുടെ ഏറ്റവും കൂടുതൽ കാണുന്ന വണ്ടി കേട്ടോ ആ കാണുന്നത്. എന്തൂരം സാധനം അത്ത കയറ്റിക്കൊണ്ട് പോണേന്നൊരു കണക്കുമില്ല. അപ്പോൾ നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അവിടെ ചായയില്ല, നല്ല ചൂടൻ സമോസ ഉണ്ട്, അത് കഴിച്ചു. അപ്പോൾ നമ്മളിനി ചായ കുടിക്കാൻ വേണ്ടി പോവാം. പോണ വഴിക്ക് എവിടെയെങ്കിലും ചായ കുടിക്കാം. ഇപ്പോൾ സമയം 7 മണി ആയിരിക്കുകയാണ്. നമ്മുടെ ഡിന്നറിൻ്റെ സമയമായി. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഇരുട്ടിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2-2.5 മണിക്കൂറായി കേട്ടോ. 4:30 ആയപ്പം ഇരുട്ടിയതാണ്. 5-5:15 ആയപ്പോൾ നല്ല ഇരുട്ടായി. ഉണ്ടോ? എന്തുവേണേലും ചെയ്യാം. നല്ല തണുപ്പാട്ടോ. നമ്മൾ അടുത്ത ധാബയിൽ എത്തിയിരിക്കുകയാണ്. മാത്ര ഘോഷ് ഹോട്ടൽ. തണുപ്പ്. रोटी चना से अंडा डाले, चना प्लेन हो तो चना मसाला, റൊട്ടിയും ചന്ന മസാലയും ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞു. വളരെ നല്ല ഫുഡായിരുന്നു. സാധാരണ റൊട്ടി, പിന്നെ ഒരു ചന, അതായത് വെള്ളക്കടല നല്ല വേവിച്ചിട്ട് നല്ല അടിപൊളി മസാലയൊക്കെ ഇട്ട് നല്ല സൂപ്പർ, നല്ല ഹോട്ടായിട്ട്. അപ്പോൾ അന്തരീക്ഷം നല്ല തണുത്ത് നിൽക്കുകയാണ്. എല്ലാവരും മൂടി പൊതച്ച് കണ്ണ് മാത്രം പുറത്ത് കാണുന്ന രീതിയിലാണ്. ഇവിടെ ഒരു തൊപ്പി പോലും എടുക്കാതെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. തൊപ്പി വണ്ടിക്കാതിരിക്കുക. പക്ഷെ നല്ല ചൂടുള്ള ഫുഡ് കഴിച്ചപ്പോൾ നല്ല അത് തന്നെ ഇതായി. നല്ല ചായയാണെന്നുണ്ടെങ്കിൽ നല്ല മൺകപ്പിൻ്റെ അകത്ത്. അത് ഇവിടത്തെയൊക്കെ പ്രത്യേകതയാണ്. ഉത്തരേന്ത്യയിൽ മൊത്തത്തിലുള്ള ഒരു പ്രത്യേകതയാണ്. പല ടൈപ്പ് മൺകപ്പിലാണ് തരുന്നത്. ചില സ്ഥലത്തൊക്കെ മൺകപ്പ് മാത്രമേ തരുള്ളൂ. ഇവിടുത്തെ കപ്പിന് കുറച്ചും കൂടെ ഷേപ്പ് വ്യത്യാസമുണ്ട്. ബട്ട് നല്ല ഫുഡായിരുന്നു. ഇനി ഞങ്ങളുടെ റൊട്ടി ജീവിതം നാളെയും കൂടെ ഉള്ളൂ. റൊട്ടി കറി, റൊട്ടി ദാല്, തടുക്ക എന്നൊക്കെ പറയുന്ന സാധനം. ഇനി ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നേരെ നൂഡിൽസ് അതുപോലുള്ള സാധനങ്ങളൊക്കെയാണ്. ആന്ധ്രാപ്രദേശിന്റെ തുടക്കം ഒഡീഷ വരെ നമുക്ക് കിട്ടിയിരുന്നത് രാവിലെ ദോശ, ചട്നി, അങ്ങനെയൊക്കെ സൗത്ത് ഇന്ത്യൻ ഒക്കെയാണ് കിട്ടുന്നത്. അത് കഴിഞ്ഞ് ടെക്സ്ചർ മാറും. ഇനി മീൻകറിയിലേക്കൊക്കെ കടക്കുമ്പോൾ വീണ്ടും ടെക്സ്ചർ മാറി വേറൊരു മോഡൽ. ഇത് തണുക്കുന്നുണ്ട്.
അപ്പം നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടുപോവാം. അപ്പം ഇനി ഇന്നത്തെ കാഴ്ചകൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പം ഇനി ബാക്കി കാഴ്ചകൾ നാളെ കാണാം. ബൈ ബൈ.